തലസ്ഥാനത്ത് കുടിവെള്ള വിതരണത്തിനായുള്ള ട്രയൽ റൺ ആരംഭിച്ചു. 5 മണിയോടെ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കും. 4 ദിവസമായി കോർപ്പറേഷൻ പരിധിയിലെ 44 വാർഡുകളിൽ കുടിവെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അട്ടക്കുളങ്ങരയിൽ നിന്ന് ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, കുടിവെള്ളം മുടങ്ങിയതിനെതിരെ വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെ തന്നെയായി തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. ഇന്നലെ രാത്രി BJP വളരെ വലിയൊരു പ്രതിഷേധം രാത്രി സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മറ്റ് സംഘടനകളും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലെ ഒരു അവസ്ഥ? ഇനി എത്ര സമയമെടുക്കും ഈ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടാൻ? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങരയിലാണ്. അട്ടക്കുളങ്ങര ഇന്നലെ വരെ വെള്ളമില്ലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ചെറുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 4 മണിയോട് കൂടി തന്നെ വെള്ളം വരുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ ചില ഉയർന്നിരിക്കുന്ന പ്രദേശങ്ങളിലൊന്നും ഇതുവരെ വെള്ളം വന്നിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഞാൻ പൈപ്പാണ് കാണിക്കുന്നത്. അതിലൊക്കെ ഈ ചെറിയ തുള്ളിയായി തന്നെ വെള്ളം വരുന്നുള്ളൂ. കാരണം ട്രയൽ റൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അട്ടക്കുളങ്ങരയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചെറുതായിട്ട് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രയൽ റൺ നടത്തുന്നതിന്റെ ഫലമായിട്ട് അതോടൊപ്പം തന്നെ പൈപ്പ് വൃത്തിയാക്കേണ്ടതുണ്ട്. ആ പൈപ്പ് വൃത്തിയാക്കുന്ന പ്രവൃത്തികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ എപ്പോഴും മുതലാ വെള്ളം വന്നത്? രാവിലെ മുതൽ വന്നു തുടങ്ങി. 2 ദിവസം ഇല്ലായിരുന്നു. നേരിട്ട് പോയതാണ്. ഇന്ന് രാവിലെ മുതൽ കുഴപ്പമില്ല, വന്നുകൊണ്ട് തുടങ്ങി. ടാങ്കിൽ വെള്ളം കയറുന്നുണ്ടോ? ടാങ്കിൽ കയറുന്നുണ്ട്. ഈ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ എന്താ വെള്ളം വരാത്തത്? അത് അവിടെ മാത്രം തന്നെ. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്, അവിടെ മാത്രം തന്നെ. ഇവിടെയുണ്ട്, ഇവിടെ പൈപ്പുണ്ട്, തുറന്നാക്കാം. ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇവിടെ മാത്രം തന്നെ വെയിലും കയറുന്നില്ല. അങ്ങനെ കുഴപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്. വെള്ളത്തിന് പ്രശ്നമുണ്ട്. നേരത്തെ അറിയിക്കാറുണ്ടോ കോർപ്പറേഷനോ വാട്ടർ അതോറിറ്റി? അവരാരെങ്കിലും വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അത്രേ. ഇത് മാസങ്ങളായി ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ്. തീട്ടമാണ് കണ്ടോ. ഞങ്ങൾ അവിടെ പെയ്താലും ഇത് വയ്ക്കാറുണ്ട്, പറഞ്ഞയക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അതായത് ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. 2 അറ്റങ്ങളിലായിട്ടാണ്. അപ്പോൾ ഈ പൊക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ളൊരു താമസമുണ്ട്. 4 മണിയോടുകൂടി വെള്ളം വരുമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ മന്ത്രി ഉൾപ്പെടെ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ഈ പൈപ്പ് ഇടുന്നതിൻ്റെ പ്രത്യേകത, അതായത് വലിയ പൈപ്പാണ് ഇടേണ്ടത്. ഈ പൈപ്പ് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പൈപ്പ് മുറിച്ചു മാറ്റേണ്ട ഒരു ഘട്ടമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വൈകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 5 മണിയാകുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ പൈപ്പ് യോജിപ്പിച്ചിട്ടുണ്ട്. അതായത് കാലടി ഭാഗത്ത്, അതായത് രാജീവ് ഗാന്ധി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ റെയിൽവേയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. രാവിലെ മുതൽ അവിടെ പൈപ്പ് ഘടിപ്പിക്കുന്നതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ ചെറിയ പൈപ്പിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ രണ്ടാമത് മറ്റ് പൈപ്പുകൾ കൊണ്ടുവന്നാണ് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. വെള്ളം ഇപ്പോൾ ട്രയൽ റണ്ണിലൂടെ പമ്പിലൂടെ കടത്തിവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെളിവെള്ളമാണ് ആദ്യത്തെ ഘട്ടത്തിൽ വരുന്നത്. ആ ചെളിവെള്ളം വൃത്തിയാക്കണം. ചെളിവെള്ളം വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ശുദ്ധജലം കടത്തിവിടാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ചെളിവെള്ളം മുഴുവൻ പമ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും ശുദ്ധജലം കടത്തിവിടും. ഇനിയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അരുവിക്കരയിൽ നിന്നും ഈ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഈ പൈപ്പിന് ചെറിയ ചോർച്ചയുണ്ട്. അത് പരിഹരിക്കാനായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ കുടിവെള്ളം ലഭ്യമാകാത്ത അവസ്ഥ വരുന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് അട്ടക്കുളങ്ങരയിലാണ്. ഇവിടെ നിന്ന് കുറച്ച് മാറി അപ്പുറത്തെ ഭാഗത്തേക്ക് പരുത്തിക്കുഴി, അതോടൊപ്പം തന്നെ ഈ മുട്ടത്തറ തുടങ്ങിയ ഭാഗങ്ങളിലൊന്നും വെള്ളം എത്തിയിട്ടില്ല. അതൊക്കെ ഏതാണ്ട് നമ്മൾ ഈ എയർപോർട്ട് തീരദേശങ്ങളോട് അടുത്ത് വരുന്ന ഭാഗമാണ്. അവിടെയൊക്കെ വെള്ളം എത്തുമ്പോൾ ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി രാത്രിയൊക്കെ ആകും. എന്തായാലും ഇപ്പോൾ നഗരത്ത്, അതായത് ഈ കാലടി, അതോടൊപ്പം തന്നെ ഈ തളിയിൽ, അട്ടക്കുളങ്ങര, വഴുതക്കാട് തുടങ്ങിയ അമ്പലത്തറ തുടങ്ങിയ സിറ്റിയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിൽ വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ നഗരസഭയുടെ കീഴിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ജലവിതരണം തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്ത വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭാഗികമായിട്ടും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസത്തിൽ പകൽ സമയം മുഴുവൻ വെള്ളമില്ലാതിരിക്കും, അല്ലെങ്കിൽ രാത്രി സമയം മുഴുവൻ വെള്ളമില്ലാതിരിക്കും. അങ്ങനെ സാഹചര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി തലസ്ഥാനത്ത് നഗരപ്രദേശങ്ങളിൽ ശുദ്ധജലം വിതരണം പാടെ മുടങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു, മന്ത്രിതല യോഗങ്ങൾ നടന്നു. എന്തായാലും ഇന്ന് രാവിലെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതുമൊക്കെ പൂർണ്ണമായിട്ടും എല്ലാ സ്ഥലത്തും എത്തിക്കാനൊന്നും സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലാ സ്ഥലത്തും ശുദ്ധജലം അല്ലെങ്കിൽ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ജലവകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പ്.
ടിൻഡു, നമുക്കറിയാം മഴക്കാലം വന്നാലും വേനൽക്കാലം വന്നാലും നഗരവാസികൾക്ക് അതെപ്പോഴും ഒരു ദുരിതം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു ഓണക്കാലത്ത് പോലും നഗരവാസികളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്രത്തോളം ഈ അറ്റകുറ്റപ്പണികളൊക്കെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ ഓണ അവധിക്ക് എല്ലാവരും വീട്ടിലായും ഉണ്ടാവുക, അത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട കുടിവെള്ളം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇനി വരും ദിവസങ്ങളിൽ അത് എത്രത്തോളം ഒരു പ്രശ്നമാകുമെന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ട്രയൽ റൺ പൂർത്തിയായി പിന്നീട് കുടിവെള്ളം എത്തിയാൽ പോലും ഇനി ഇതേപോലെ മുടങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്താകും ഉണ്ടാവുക എന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളോട് ജനങ്ങൾ പ്രതികരിച്ചതുപോലെ തന്നെയാണ് വിഷ്ണു, ഇതൊരു ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ളൊരു ഒരു ക്രമീകരണങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഈ ടാങ്കർ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻകൂറായിട്ട് ഇത്തരത്തിൽ ജനങ്ങളെ അറിയിക്കാത്തതും, അതുപോലെ ജനങ്ങൾ ഇത്തരത്തിൽ വെള്ളം സൂക്ഷിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുമൊക്കെയാണ് ഒരു പക്ഷേ ഇത് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുക. കാരണം 5-6 തീയതികളിലായിരുന്നു നാഗർകോവിൽ തിരുവനന്തപുരം പാതയിരട്ടിക്കലിന്റെ ഭാഗമായിട്ട്, റെയിൽവേ പാതയിരട്ടിക്കലിന്റെ ഭാഗമായിട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുമെന്ന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായത്. പക്ഷേ ആ അറിയിപ്പുണ്ടായിട്ട് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഈ 5-6 തീയതികളിൽ ഈ പൈപ്പ് ലൈൻ മാറ്റുന്നതിന്റെ നടപടികൾ മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടൊരു സാഹചര്യം ഉണ്ടായതെന്ന് വേണം വിലയിരുത്താൻ. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങൾ, കോർപ്പറേഷൻ പരിസരങ്ങളൊക്കെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളാണ്. അവിടെ ഒരു സമയം വെള്ളമില്ലെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം മറ്റ് ജലസ്രോതസ്സുകളെ ആശ്രയിച്ച് കഴിയുന്നവരല്ല. കാരണം അടുത്ത് ശുദ്ധമായ പുഴയോ അല്ലെങ്കിൽ കിണറോ അങ്ങനത്തെ ബോർവെല്ലോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്രദേശമാണ് പ്രധാനമായും തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കോർപ്പറേഷൻ ജലത്തെയും ജപ്പാൻ കുടിവെള്ള പദ്ധതിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായിട്ടൊരു നിലപാടുണ്ടാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ജലവിധാനം മുടങ്ങില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഈ അറ്റകുറ്റപ്പണികൾ നമുക്കറിയാം, സ്മാർട്ട് റോഡിന്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതിന്റെ ഫലമായിട്ട് PWD റോഡിട്ട് വെക്കും, വാട്ടർ അതോറിറ്റി വന്ന് കുത്തിപ്പൊളിക്കും. അതൊരു സ്ഥിരം ഒരു പല്ലവിയായി മാറിയിരിക്കുക. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ കുറച്ച് ദിവസങ്ങൾ ഇത്തരത്തിൽ ജലവിധാനം മുടങ്ങില്ല എന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും പഴയ പടി ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം ഈ നഗരത്തിന്റെ പല പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം എത്തുന്നു, അല്ലെങ്കിൽ ശുദ്ധജലം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു.